ഹായ്. ഇന്ന് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങളുടെ ഇടയിൽ വന്ന് ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പറയുമ്പോൾ ഇപ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ കേൾക്കുക എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നു. നമ്മൾക്ക് പ്ലെയിൻസിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ നമ്മുടെ അച്ഛനും അമ്മയുടെ വീടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ പൂർവികരുടെ വീടുണ്ടാകാം. അപ്പോൾ നമ്മൾ അവിടെ പ്ലെയിൻസിൽ ജീവിക്കുന്നു. അതായത് ഈ മലയോരങ്ങളിൽ ജീവിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. എന്നാൽ നമ്മൾ മലയോരങ്ങളും പുഴതീരങ്ങളും കടലോരങ്ങളും തേടി പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആ ഏരിയകളിലൊക്കെ പോയി നമ്മൾ ആ പ്രകൃതിയുടെ ചാരുതയൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ളവരായിരിക്കാം അല്ലേ? പക്ഷേ ഇന്നത്തെ ഒരു പ്രവണതയിൽ നമുക്ക് ജീവിക്കാനുള്ള വക നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ മലയോരങ്ങളിലേക്ക് പോയി അവരുടെ ആവാസ വ്യവസ്ഥിതിയിൽ കയറി നമ്മളും ഒരു കുഞ്ഞു വീട് വേണം, മണ്ണ് വേണം എന്ന് പറഞ്ഞ് അവിടെ മലകൾ നിരത്തിയും അല്ലെങ്കിൽ കുന്നുകൾ ഇടിച്ചും ഉണ്ടാക്കുന്ന റിസോർട്ട്സിലും പിന്നെ അതേപോലെയുള്ള സ്ഥലങ്ങളിലും പോയി താമസിച്ച് ആ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് വരുന്നത്? നമ്മൾ എത്രത്തോളം അവിടെ പോയി ഇത് കാണാൻ പോകുന്നുവോ അത്രത്തോളം ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥിതികളെ ലംഘിച്ചുകൊണ്ടുള്ള റിസോർട്ട്സും കാര്യങ്ങളൊക്കെ വരുമല്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ അവിടെ പോയിട്ട് ഒരു ചെറിയ വീടുണ്ടാക്കും. എവിടെ? മല ഇടിച്ചിട്ട് പണിത സ്ഥലത്ത് വ്യൂ വേണമെന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇപ്പോൾ അവസ്ഥ കണ്ടില്ലേ? ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ചിന്തിച്ചൂടെ? നമുക്കുള്ളത് നമുക്കിവിടെ ഉണ്ട്, അത് മതി. എപ്പോഴെങ്കിലൊക്കെ പോയി ഈ ആവാസ വ്യവസ്ഥയെ പോയി നമ്മൾ എന്താ പറയുക, മിസ്യൂസ് ചെയ്തിട്ട് വരുന്നതിൽ നല്ലത് ദൂരെ നിന്ന് കാണുകയല്ലേ? ഇപ്പോൾ എല്ലാം നമുക്ക് റീൽസിലൂടെ കാണാം. അവിടെ പോയി അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ റിസോർട്ട്സും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൂടെ ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ ബാഗ് എടുത്ത് പുറപ്പെടുക. ജീവിതം മനോഹരമാക്കുന്നതിൽ കൂടി മറ്റുള്ളവരുടെ ജീവിതം ഇതുപോലെ കുട്ടിച്ചോറാക്കരുത് സുഹൃത്തുക്കളെ.